16 പേര് മരണപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചോർച്ചയുണ്ടെന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതായിട്ടുള്ള വിവരം സത്യസന്ധമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനെ വലിയൊരു തെറ്റായിട്ട് എടുക്കരുത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആ ദുരിതം അനുഭവിച്ച വയനാട്ടിലെ ആ ദുരന്തം അനുഭവിച്ച ഒരാൾ അയാളുടെ സത്യസന്ധമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സത്യസന്ധമായി അത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചതാണ്. നിങ്ങൾക്കൊരു വീട് വെച്ച് കൊടുത്തുകൂടായിരുന്നു? ആ പാവത്തിനൊരു വീട് നിങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നു? നിങ്ങളെ പൈസ പിരിച്ചതല്ലേ? ശരി, സുരേഷ് കുമാർ മറുപടി. ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാമായിരുന്നല്ലോ ഒരു വീട് വെച്ച് കൊടുത്താൽ പോലെ. ഞാനൊന്ന് പറയട്ടെ സുരേഷ് കുമാർ, 753 കോടി രൂപ കയ്യിൽ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്തു എന്നുള്ളതിന് കൂടി ഒരു എക്സ്പ്ലനേഷൻ ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഉത്തരവാദിത്തമില്ലേ ഈ ഭരണത്തിന്, അതിന് നേതൃത്വം നൽകുന്നവർക്ക്? ഈ 16 പേർ മരണപ്പെട്ടു പോയ ഒരു കുടുംബത്തിലെ അംഗമെന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹവുമായി നേരത്തെ തന്നെ ചില ചാനലുകളിൽ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് അവർക്ക് വേണ്ടി ഊണില്ലാതെ ഉറക്കമില്ലാതെ സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മന്ത്രി എന്നുള്ള എല്ലാ പദവിക്കും അപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരനായി നിന്ന് അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് പി രാജനെ ഒരു പെട്ടെന്നുണ്ടായ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പിന്നീട് അത് വിശേഷിപ്പിച്ചത്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെ നിൽക്കുമ്പോൾ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ഒരാൾ എന്നാണ് അദ്ദേഹം മന്ത്രിയെ വിശേഷിപ്പിച്ചത്. ആ ഒരു പോയിന്റിനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ മുഴുവൻ ആളുകളെയും, അവിടെ വേദനയുണ്ടായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതിനുവേണ്ടി ഇടതുപക്ഷം ചെയ്തിട്ടുള്ള കഷ്ടപ്പാട് എന്താണെന്ന് അറിയാമോ? കൂലിപ്പണി ചെയ്തു, ആക്രി വിറുക്കി, പത്രം വാങ്ങി ഒക്കെ വിറ്റും ഒക്കെ ഉണ്ടാക്കി ഒരു രൂപ ഒരു റെസീപ്റ്റ് അടിച്ച് പിരിക്കാതെ മുഴുവൻ പൈസയും കേരളത്തിലെ ജനങ്ങൾ നൽകിയ പൈസയ്ക്ക് കൃത്യമായ കണക്കുണ്ട്. ആ കണക്കിലുള്ള പൈസയെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏൽപ്പിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതല്ലാതെ നോക്കൂ, ഞാൻ നിങ്ങളെ അന്ധമായി വിമർശിക്കുന്നതല്ല. നിങ്ങളുടെ നേതാക്കന്മാർ കാട്ടിക്കൂട്ടിയിട്ടുള്ള വിക്രിയ എന്താണ്? ഒരു പരിചയപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പോലും ഈ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് പണം വാങ്ങിയിട്ട് ആ പണം തട്ടിച്ചെടുത്ത ഒരു പ്രവൃത്തിയല്ലേ ഒരു MLA പോലും, അന്ന് അദ്ദേഹം MLA ആയിരുന്നു, ഒരു MLA പോലും നടത്തിയിട്ടുള്ളത് കേരളത്തിൽ. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി. ചരിത്രം എന്ന് പറയുന്നത് അതാണ്, അത് മറക്കരുത്.